മായമ്മ. എന്താ? നിങ്ങളെ വന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പോവാന്ന് കരുതി വന്നതാ. എന്താ? എന്ത് കാര്യം? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ എന്നെ കൊണ്ട് തന്നെ എന്റെ ജോലി രാജിവെപ്പിക്കുമെന്ന്. അതിലെന്താ നിനക്ക് ഇത്ര സംശയം? ഒതുങ്ങി പോവാന്ന് വെച്ചാ മനസമാധാനത്തോടെ എന്നെ ജോലി ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും. നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞേ? എന്റെ മുഖത്ത് പേടിയുണ്ടെന്നോ? നേരത്തെ കുറച്ച് പേടി നിങ്ങൾ കണ്ടു കാണും. ഇപ്പൊ നിങ്ങൾ എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. എന്റെ മുഖത്ത് പേടിയുണ്ടോ? ഉണ്ടോ ഈശ്വരേട്ടാ? ഏയ്, തീരെയില്ല. നേരത്തെ കുറച്ച് പേടിയുണ്ടായിരുന്നു, ഇപ്പൊ തീരെയില്ലെന്നാ പറഞ്ഞു. അപ്പൊ ഇല്ല. മായമ്മയ്ക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ തോന്നുന്നത്? നിങ്ങൾ തന്നെ വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ട് പറഞ്ഞല്ലോ, പേടിച്ച് പേടിച്ച് ഞാൻ തന്നെ എന്റെ ജോലി രാജിവെക്കുന്നു. ഇപ്പൊ എന്റെ മുഖത്ത് പേടി പോലും ഇല്ല, പിന്നല്ലേ ജോലി രാജിവെക്കുന്നത്. പിന്നെ ആ സ്ഥിരം അയക്കാറുള്ളവന്മാരെ ഓഫീസിലേക്ക് വിട്ടേക്ക്. എനിക്കറിയാം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. നമ്മളെ നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്താണോ? ആഹാ, ഭീഷണിപ്പെടുത്തിയതായിട്ട് തോന്നിയോ? ഭീഷണിപ്പെടുത്തിയതൊന്നുമല്ല, കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. നീ കൂടുതൽ വിളച്ചെടുക്കല്ലേ മായമ്മ. എന്റെ അമ്മ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയാ, അതില്ലാണ്ടൊക്കെ ശ്രമിക്കരുത്. മാളു, നീ ആരോട് സംസാരിക്കുന്നറിയോ? ആരായാലും എന്താച്ചാ പറയുള്ളൂ, പറയണ്ടേ? കൊള്ളാലോ അമ്മയും മോളും. മോഹന, ഇത്രയും നാളായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒരു പേടിയില്ലാണ്ട് ഇങ്ങനെ എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് വെല്ലുവിളിക്കുന്നത്. ഞാൻ പേടിപ്പിച്ചാ പേടിക്കണം, ഞാൻ കരയിപ്പിച്ച കരയണം. അത് എൻ്റെ ഭാഷയാണ്. നീ പേടിക്കോ അവനെ? നീ പേടിക്കൂ. ഞാൻ ഒരു കാര്യം ചെയ്യാം, വല്ലയിടത്തോട്ട് മാറി തിരിഞ്ഞേക്കാം. നിങ്ങൾ പുറകിൽ നിന്നൊന്ന് ഒച്ചയിട്, അപ്പൊ ഞാൻ പേടിക്കുമായിരിക്കും അല്ലേ? നീ പേടിക്കും, നീ കരയും. അത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും. നീ സ്വയം രാജിവെച്ച് നിന്റെ ജോലി സ്ഥലത്ത് നിറങ്ങും. നിന്റെ അച്ഛനോ അമ്മയോ അനിയത്തിയോ എന്തിന് നിന്റെ ജോലി സ്ഥലത്തുള്ളവർ പോലും പറഞ്ഞാൽ നീ ജോലിക്ക് പോകാൻ പേടിക്കും. പേടിച്ച് വിറച്ച് നീ ജോലി സ്വയം രാജിവെക്കും. ശരി, നിങ്ങൾ പേടിപ്പിച്ചു വെക്ക്. പേടിക്കൊന്നൊന്നും അറിയണമല്ലോ.